കോൺഗ്രസ് ലീഗിന്റെ വാക്ക് കേട്ടാണ് മുഖ്യമന്ത്രിയെ നിയമിച്ചിരിക്കുന്നത്. എന്തിനാണ് ലീഗിന് എപ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കുന്നത്? പറയുന്നത് സുകുമാരൻ നായരാണ്. നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. കേരളത്തിൽ ജാതിയും മതവും ഒന്നും നോക്കിയിട്ടല്ല ആളുകൾ വോട്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴും അതിൽ എത്രമാത്രം നീതിയുണ്ട് എന്ന് സംശയിക്കേണ്ട തരത്തിലേക്കാണ് കേരളത്തിന്റെ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. 140 നിയോജക മണ്ഡലത്തിൽ 35 മുസ്ലിം MLA-മാരാണ് ജയിച്ചിട്ടുള്ളത്. അതിൽ 30 MLA-മാരും UDF സ്വന്തമാണ്. 21 MLA-മാരാണ് ഇഴവ സമുദായത്തിൽ നിന്നും വന്നിട്ടുള്ളത്. അതിൽ 9 MLA-മാരാണ് UDF സ്വന്തമായിട്ടുള്ളത്. 2 MLA BJPക്കും ബാക്കിയുള്ളത് LDF-നുമാണ്. സവർണ ഹിന്ദുക്കളിൽ നിന്നും 21 MLA-മാരാണ് UDF കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സവർണ ക്രിസ്ത്യൻസിൽ നിന്ന് 24 MLA-മാരും, SC ST വിഭാഗത്തിൽ നിന്ന് 11 MLA-മാരും. അങ്ങനെ നീളുന്നതാണ് UDF MLA-മാരുടെ കണക്ക്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ ജാതിക്കും മതത്തിനും അപ്പുറത്തും കേരളത്തിൽ ജാതിയും മതവും ഒക്കെ ഉണ്ട്. അവർക്ക് കുറെ പേർക്കൊന്നും UDF-ഉം LDF-ഉം സീറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവരും ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സത്യത്തിൽ അവരാണ് യഥാർത്ഥ മതേതരത്വവാദികൾ എന്നാണ് ഞാൻ പറയുകയാണെങ്കിൽ പറയുകയുള്ളൂ. ബാക്കി എല്ലാവർക്കും പല കാരണങ്ങളാണ് ഈ പറഞ്ഞ ആളുകളെ തെരഞ്ഞെടുക്കാനുണ്ടായ മാനദണ്ഡങ്ങൾ. അതിൽ തീർച്ചയായിട്ടും പാർട്ടിയുണ്ട്, ജാതിയും മതവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം പറയുന്നത് ഇവിടെ അതിരൂക്ഷമായിട്ട് ഇപ്പോ ഒരു രീതിയിലും കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയോ UDF-ന്റെ ഏതെങ്കിലും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത വെറും ഒരു സാമുദായിക നേതാവായ സുകുമാരൻ നായർ എന്തിനാണ് UDF-ന്റെ കാര്യങ്ങൾ, കോൺഗ്രസിന്റെ കാര്യങ്ങൾ ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് പറയുന്നത് എന്നുള്ളത് ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല. ലീഗ് കോൺഗ്രസിന്റെ കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുന്നു. ലീഗ് പറയട്ടെ, കാരണം UDF-ന്റെ ഘടകകക്ഷിയാണ് ലീഗ് എന്ന് പറയുന്നത്. അവർക്ക് 27 സീറ്റാണ്, 22 MLA-മാർ അവർക്കുണ്ട്. അപ്പൊ പിന്നെ എന്താണ് അവര് ആ ഒരു കാര്യം പറയുന്നത് കൊണ്ട് തെറ്റുള്ളത്? മാത്രമല്ല, ലീഗ് അങ്ങോട്ട് കയറി ചെന്നിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി ഇന്ന ആളാക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. കോൺഗ്രസ് അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് ലീഗ് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. പിന്നീട് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും സോണിയ ഗാന്ധിയെയും ഒക്കെ വയനാട്ടിലേക്ക് അടുപ്പിക്കില്ല എന്നുള്ള തരത്തിലേക്ക് മുസ്ലിം ലീഗ് പറഞ്ഞു, അവരെ ആകെ ബ്ലോക്ക് ആക്കി എന്നുള്ളതാണ്. മറൊരു വശം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ VD സതീശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പെർഫോമൻസ് കണ്ടിട്ടാണ് കേരളത്തിലെ 1 കോടി ജനങ്ങൾ UDF-ന് വോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു സത്യം. അങ്ങനെ നോക്കുമ്പോൾ മുസ്ലിങ്ങളുടെ വോട്ട് മാത്രമല്ല മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒക്കെ UDF-ന് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ഇവര് ഇത്രയും അവകാശവാദങ്ങൾ എടുക്കേണ്ട കാര്യം? അവർ അവകാശവാദങ്ങൾ എടുത്തിട്ടുമില്ല. അതല്ല, കേരളത്തിൽ മൊത്തത്തില് പൊതുവികാരമാണ് ഈ പറയുന്ന UDF-ന്റെയും അതുപോലെ തന്നെ VD സതീശനെ മന്ത്രിയാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പൊതുജന വികാരമാണ്. അങ്ങനെയുള്ള വികാരത്തിനെ ഈ പറയുന്ന UDF ഘടകകക്ഷികൾ ഒന്ന് മെൻഷൻ ചെയ്യുകയോ പറയുന്നതിലോ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സുകുമാരൻ നായരെ പോലെയുള്ള ആളുകൾ പറയുന്നതാണ് തെറ്റ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സുകുമാരൻ നായർക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കും, രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും VD സതീശനും ഒക്കെ നായന്മാരാണ്, അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് അല്ലെങ്കിൽ ഇനിയുള്ള സമയങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വന്നിട്ട് എനിക്ക് ഇടപെടാം, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ ഒരു അധികാരം വെച്ച് ഏതെങ്കിലും നായന്മാർ കൊടുന്നിരുത്തുന്നതായിരിക്കും ഈ പറയുന്ന ആളുകളെയൊക്കെ. ഇതൊക്കെ കാലാഹരണപ്പെട്ടു പോകേണ്ട കാലങ്ങൾ കഴിഞ്ഞു. കോൺഗ്രസിന് ഒരു കീഴ്വഴക്കമുണ്ട്, ആ രീതിയിലല്ല മുഖ്യമന്ത്രിയെ നിയമിച്ചിരിക്കുന്നത് എന്നടക്കം ഈ പറയുന്ന സുകുമാരൻ നായർ പറയുന്നു. നിയമങ്ങളൊക്കെ ലംഘിക്കപ്പെടാനുള്ളതാണ്. ഓരോ ആളുകൾ വരുമ്പോഴും ചരിത്രം മാറി നിൽക്കും എന്ന് പറയാറില്ലേ, എന്ന് പറയുന്നത് പോലെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. VD സതീശന്റെ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇവിടെ ജനിച്ച് വളർന്ന് ജീവിക്കാനുള്ളതാണ്, അവരുടെ ഇടയിലേക്ക് ഈ ജാതിയും മതം ഒന്നും കടന്നു വരരുത് എന്നുള്ളത്. ആ കൺസെപ്റ്റാണ് ജനം ഏറ്റെടുത്തത്, ആ രീതിയിലാണ് ജനം വോട്ട് ചെയ്തത്. അത് തന്നെയാണ് കേരളം ആഗ്രഹിക്കുന്നതും. അല്ലാത്ത രീതിയിലുള്ള ഈ പറയുന്ന ഇഴവ സംഘടനയും നായർ സംഘടനയും ST സംഘടനയും വിശ്വകർമ്മ സംഘടനയും എന്നുള്ള സംഘടനകളല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഓരോ ആളുകളുടെയും ആദർശം അനുസരിച്ച് അവൻ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണോ പ്രവർത്തിക്കുന്നത് ആ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരോട് കൂറ് കാണിക്കുകയും എതിർ രാഷ്ട്രീയക്കാരോട് സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമൂഹമാണ് കേരളത്തിന് ആവശ്യം. ആ രീതിയിലാണ് കേരളം വളരേണ്ടത്. ഈ രീതിയിലോട്ട് കേരളം പോവുകയാണെങ്കിൽ ഇനിയും ഇതുപോലത്തെ വെള്ളാപ്പള്ളിമാരും സുകുമാരൻ നായരൊക്കെ കേരളത്തിൽ ഇനിയും ജനിക്കപ്പെടുകയാണെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ വീണ്ടും അധോഗതിയാണ്. എനിക്ക് തോന്നുന്നത് ഈ സംഭവങ്ങളൊന്നും ഒരു സുകുമാരൻ നായരെ കൊണ്ടോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ
കൊണ്ടോ ഒന്നും തീരുന്നതല്ല. ഈ ഒരു സമ്പ്രദായം ഇവിടെ എന്നും നിലനിൽക്കും, ഉറപ്പാണ്. ഇപ്പൊ ഈ പറയുന്ന സുകുമാരൻ നായർ മരിച്ചു പോയാലും വെള്ളാപ്പള്ളി മരിച്ചു പോയാലും ഈ വിഷങ്ങളൊന്നും ഇവിടെ അവസാനിക്കില്ല. അപ്പൊ വേറൊരു പേരിൽ വേറൊരു രൂപത്തിൽ ഇത്തരം വിഷവിത്തുകൾ കേരളത്തിൽ ഉടലെടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരം കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ അതിന്റെ മേളിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങളിൽ എത്തിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഇഴവന്മാര് മാത്രം വോട്ട് ചെയ്തിട്ടല്ല വി ഡി സതീശൻ ജയിച്ചിട്ടുള്ളത്. 52% ഇഴവന്മാരാണ് വി ഡി സതീശന്റെ മണ്ഡലത്തിലുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ആ 52% മാത്രം ആളുകൾ വോട്ട് ചെയ്തിട്ടാണോ വി ഡി സതീശൻ ജയിച്ചിട്ടുണ്ടാവോ? ഒരിക്കലും അല്ല. അപ്പോ ഓരോ ആളുകൾക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വോട്ട് ചെയ്യാം, അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. സുകുമാര നായർക്കും അഭിപ്രായം രേഖപ്പെടുത്താം. പക്ഷെ ഇത്തരത്തിലുള്ള ജാതീയമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ, എന്തിന് ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എത്രയോ കാലമായിട്ട് നായന്മാർക്ക് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി വന്നിട്ട് എത്രയോ തവണ നായന്മാർ ഇവിടെ ഭരിച്ചിരിക്കുന്നു. ഇപ്പൊ ശിവൻകുട്ടി തന്നെ ഇത്രയും കാലമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഈ സുകുമാരൻ നായരുടെ വായിൽ എന്താ പഴമായിരുന്നു. മാത്രമല്ല ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ അയ്യപ്പ സംഗമം നടത്തുമ്പോഴൊക്കെ ഒരു വളരെ അനീതിയായിട്ടുള്ള കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ LDF കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിന്ന് അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകി നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്തിനാണ് UDFന്റെ കാര്യങ്ങൾ വന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കാര്യങ്ങൾ വന്ന് പറയുന്നത്? ഇത് ഒട്ടും തന്നെ ശരിയല്ലാത്ത കാര്യമാണ്. കേരളത്തിന്റെ കാഴ്ചപ്പാട് ഒരുപാട് മാറേണ്ടതുണ്ട്. മതേതരത്വം ആണ് കേരളം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഏറ്റവും വലിയ ആദർശം എന്ന് പറയുന്നത്. അത് വളരണമെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു പൊതു അഭിപ്രായങ്ങൾ മാധ്യമങ്ങൾ ഒരിക്കലും മെൻഷൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഇപ്പോഴും പറയുന്നു, അത് ആവർത്തിക്കേണ്ടി വരുന്നു. ഇനിയും ഇതുപോലെയുള്ള UDFിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതൊക്കെ സുകുമാരൻ നായർ എന്തിനാണ് പറയുന്നത് എന്നുള്ളത് ഓരോ വ്യക്തികളും ചോദിക്കേണ്ടതാണ്. നായന്മാരുടെ വോട്ട് കൊണ്ട് മാത്രമല്ല ഇവിടെ ആളുകൾ മുഖ്യമന്ത്രി ആവുന്നതും മന്ത്രിയാവുന്നതും MLA ആവുന്നതൊന്നും. അപ്പോ അത് ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇവിടെ നായന്മാരും ഇഴവന്മാരും ST STക്കാരും അല്ലാത്ത ഹിന്ദുക്കളുണ്ട് ഇവിടെ. അവർക്കൊന്നും യാതൊരു വിധത്തിലുള്ള സ്ഥാനം LDFും കൊടുത്തിട്ടില്ല, UDFും കൊടുത്തിട്ടില്ല, ആരും കൊടുത്തിട്ടില്ല. അവരും നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. ആ വോട്ടും കൂടി കൂടിയിട്ടാണ് നിങ്ങളൊക്കെ മന്ത്രിയാവുന്നത്. അവരും അടയ്ക്കുന്ന നികുതി കൂടിയിട്ടാണ് നിങ്ങളുടെയൊക്കെ വണ്ടി ഓടുന്നതും അതിലൊക്കെ ഡീസൽ അടിക്കുന്നതും. അപ്പൊ അതൊക്കെ ഇനി അധികാരം കിട്ടുന്നവരും ഓർക്കണം. ഇത്തരത്തിലുള്ള ഊളകളെ കൊണ്ടുവന്നിരുത്തി വേണ്ടാത്ത രീതിയിൽ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു സമ്പ്രദായം കേരളത്തിൽ ഇല്ലാതായെങ്കിൽ മാത്രമാണ് കേരളം നന്നാവുകയുള്ളൂ. അല്ലാതെ നായന്മാരുടെ കുറെ ആൾക്കാർ കോൺഗ്രസിലുണ്ട് എന്ന് കരുതി നിന്നെ നായന്മാരിരുന്ന് പറയേ എന്ന് പറയുന്ന രീതി ശരിയല്ല. അതേപോലെ തന്നെയാണ് മുസ്ലിങ്ങളുടെ കാര്യം. മുസ്ലിം സംഘടനകളായിട്ടുള്ള ഏത് സംഘടനകളും ഈ പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണം നിർത്തണം. നിങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള ആളുകൾ, അതായത് ലീഗിന്റെ നേതാവോ അങ്ങനെയുള്ള പാർട്ടികളുടെ നേതാവ് പറയുക എന്നല്ലാതെ കേരളത്തിലെ പൊതുകാര്യം ഒരു മുസ്ലിം മതപണ്ഡിതം വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇന്ന സംഭവങ്ങൾ ആക്കണം എന്ന് പറയേണ്ട കാര്യവുമില്ല. അത് തീരുമാനിക്കാനും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയും. അപ്പോ ഈ ഇതുപോലെ മതസംഘടനകളും ജാതി സംഘടനകളും പള്ളിയിലെ അച്ഛനും ഒന്നല്ല കോൺഗ്രസിന്റെയും UDFിന്റെയും കാര്യങ്ങൾ തീരുമാനിക്കാൻ അവർക്ക് യാതൊരുവിധ അവകാശവും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് UDFക്കാർക്കും അറിയാം, കോൺഗ്രസുകാർക്കും അറിയാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി വരുമ്പോൾ അതിരൂക്ഷമായ സൈബർ ആക്രമണം ഇവർ നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് വരാൻ പോകുന്ന മന്ത്രിമാരും MLAമാരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ, സമൂഹത്തിന് നന്മ പകരുന്ന കാര്യങ്ങൾ അവരവർ പറയുക എന്നുള്ളതാണ്. ഇത്തരം ആളുകളുമായി യാതൊരുവിധ കണക്ഷനും ഇല്ലാതിരിക്കുക എന്നുള്ളതുമാണ് പറയാനുള്ളത്. അവരുടെ സംഘടനയുടെ കാര്യങ്ങൾ അവർ പറയട്ടെ. പാർട്ടി കാര്യങ്ങളും കോൺഗ്രസിന്റെ കാര്യങ്ങളും UDFിന്റെ കാര്യങ്ങളും ലീഗിന്റെ കാര്യങ്ങളും അവരവരുടെ രാഷ്ട്രീയ നേതാക്കൾ മാത്രം പറയുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.